ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പട്ടായയിലെ ലാസ്റ്റ് ഡേയും തായ്ലൻഡിലെ സെക്കൻഡ് ഡേയും ആണ് ഇന്ന്. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു, ഫ്രഷപ്പ് ഒക്കെ ആയി. ഇന്നലത്തെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ലൊരു ഉറക്കം ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ചെയ്തു. ഇപ്പം താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. നമ്മൾ ഈ റൂം ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ബാങ്കോക്കിലും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ റൂംസ് റിസർവേഷൻ ചെയ്തപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ സമയം ഇവിടുത്തെ 9:30 ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ടൈം 7 മണിയൊക്കെ ആയിട്ടുണ്ടാകുക. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് പട്ടായയോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നേരെ ബാങ്കോക്ക് പോകണം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൊഫേ പോലെയാണ്, എല്ലാ ഫുഡും ഉണ്ട്. നോർത്ത് ഈസ്റ്റ് ഫുഡൊക്കെ ഉണ്ട്, പൂരി, ആലു, അങ്ങനത്തെ ഫുഡും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇവിടുത്തെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, സോസേജ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എഗ്ഗ് എല്ലാം ഉണ്ട് അവിടെ. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ സ്റ്റേക്ക് അങ്ങനെല്ലാം ഉണ്ട്. അപ്പം ഞാൻ എല്ലാത്തിനും കുറച്ച് എടുത്തു. സാധാരണ രാവിലെ ഇത്രയും ഫുഡൊന്നും കഴിക്കാറില്ല. പിന്നെ അങ്ങനെ കഴിച്ചു. നമ്മളിങ്ങനെ അവിടെ ഇവിടെ സൈഡ് സീറ്റൊക്കെ നടക്കുമ്പോൾ ഇടക്കിടക്ക് വിശന്നാലോ, അപ്പം അതുകൊണ്ട് ഫുഡ് കഴിച്ചു. നല്ല ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. പിന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്ത സമയത്ത് ഇവിടെ വരുമ്പോണ്ടല്ലോ, ഇവരൊരു 500 ബാത്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നും പറഞ്ഞ് അവർ മേടിക്കും. പിന്നെ അത് നമുക്ക് ചെക്കൗട്ട് ചെയ്ത സമയത്ത് ആ ഫണ്ട് നമുക്ക് തിരിച്ച് തന്നിട്ടോ. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മുടെ ഗ്രാബ്, നമ്മുടെ ഊബർ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബെല്ല എക്സ്പ്രസിനോടും പട്ടായയോടൊക്കെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു. നമ്മളിതാ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ബാങ്കോക്കിലോട്ട് നമ്മൾ പോകാൻ പോണു. ബാങ്കോക്ക് എത്തിയിരിക്കുകയാണ്. ബാങ്കോക്കിലെ നമ്മുടെ റൂം ഇവിടെ ഗ്രാൻഡ് പാലസ് ഹോട്ടൽ ഗ്രാൻഡ് പാലസ് ബാങ്കോക്കിന്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ നമുക്കതിന്റെ ഉള്ളിലോട്ട് കയറാം. റിസപ്ഷനിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാം. ഹലോ. അപ്പൊ ഞാൻ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാനിപ്പോ ചുരിദാർ ആക്കിയിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പോവാനായിട്ടുള്ള ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ ടെമ്പിൾസ് ഉണ്ട്, കുറെ ട്രഡീഷണൽ അമ്പലങ്ങളൊക്കെ ഉണ്ട്.
നമ്മുടെ അടുത്ത പോലെ ഇവിടെ അമ്പലത്തിൽ പോകുമ്പോൾ മറ്റേ ചുരിദാറിട്ട് പോകണമെന്നൊന്നുമില്ല. ഞാൻ ഇതിട്ടത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഒരു നല്ലൊരു പ്രത്യേക തരം ഗോൾഡ് ഷെയ്ഡിലും കളറൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഗൂഗിളിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങനത്തെ അറ്റയർ ഞാൻ ചൂസ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഒരു അമ്പലം ഉണ്ട്, എന്തായിരുന്നു വാട്ട് ഫോർട്ട് അങ്ങനെ എന്തോ ആണ് ആ സ്ഥലത്തിന്റെ പേര്. അത് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ വാട്ട് ഫോർട്ട്, നമ്മുടെ ബുദ്ധയുടെ വലിയ ഒരു പ്രതിമയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കണം. വാട്ട് ഫോ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഭയങ്കര വലിയൊരു സ്റ്റാച്ചു ആണ് ബുദ്ധയുടെ ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് നോക്കാം. പിന്നെ ഉണ്ടല്ലോ, അത് എന്തെന്ന് അറിയോ, ഇതിന്റെ കയ്യിലിരിക്കുന്ന വേസ്റ്റ് ആണ്. കാരണം ഞങ്ങള് ഗ്രാബ് എടുത്ത് വന്നപ്പോ ഫുഡ് മേടിച്ചിരുന്നു പുറത്തുനിന്ന്, ഒരു സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു, ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ഫുഡ് വേസ്റ്റ് കയ്യിൽ തന്നെ കീപ്പ് ചെയ്തു. പിന്നെ ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയണം. യൂസ് ചെയ്യാം. വല്ലാണ്ട് അടിക്കണ്ട, വാ. റിമൂവ് ചെയ്യണം. യെസ്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് നമുക്ക് എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പൽസ്, ഷൂസ് ഒക്കെ റിമൂവ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെയുള്ള ഈ സഞ്ചിയിൽ കീപ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ പിടിക്കാവുന്നതാണ്. സോ ഞാനിത് റിമൂവ് ചെയ്ത് ഉരിക്കോ. ഇത് മറ്റേ ഞാൻ ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നോക്കിയാലും കാണാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ നോക്കണം. അത് നോക്കി ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ അനന്തശേ അതുപോലെയാണ് നമ്മുടെ ബുദ്ധയുടെ ഈ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഭയങ്കര വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ. ഇതിന്റെ അടുത്ത് കൂടെ ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ മറ്റേ ഈ ഉറുമ്പ് വേണമല്ലോ ഇരിക്കും ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേരൊക്കെ ഭയങ്കര വിശ്വാസത്തോടു കൂടിയൊക്കെ വന്ന് എന്താ പറയാ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ഇതും കൂടെ ആണത്. നമുക്ക് പുറത്തുനിന്നുള്ളവരാണ് നമ്മളിത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അല്ലാത്തവർ ഭയങ്കര ഇതിലൊക്കെ വന്ന് ഫെയറൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവിടെ അങ്ങനെ നടന്ന് ഇപ്പോഴത്തെ ബുദ്ധയുടെ ഒരു കാലിന്റെ ഒരു ഭാഗമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോൺ ടച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാച്ചു വന്നിട്ട് ഗോൾഡ് പ്ലേറ്റ് ആണ്. എല്ലാ ചുമരിലും ഡോറുകളിലൊക്കെ എന്തൊക്കെയോ പെയിന്റിങ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ഇവരുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതല്ല ഇപ്പുറത്ത് ഇത് കണ്ടോ, ഒപ്പം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമാണോ എന്നൊന്നും അറിയില്ല. രസമുണ്ട്. ഓ ഇത് കണ്ടോ, നമ്മള് എന്താ പറയാ ടിവിയിലൊക്കെ കാണാൻ നേരത്തൊക്കെ നമ്മളിത് കണ്ടിട്ടില്ലേ, ഒരു പൂന്തോട്ടം,
അതിന്റെ സൈഡില് കുഞ്ഞി വെള്ളച്ചാട്ടൊക്കെ പോലെ അതുപോലെ ആണ് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവാ. അതുപോലെ ദേ ഇവിടെ വെൽക്കം വാട്ട്ഫോ അങ്ങനെ ഇവരുടെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. നോക്ക് മുകളിലോട്ട്. ശരിയാണ്ട, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല നീറ്റാണ്, നല്ല രീതിയിൽ ഇവര് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്ജിദില് ഉള്ള സ്ഥലം തന്നെയാണ്. ഞാനേ മേളിലോട്ട് എടുത്ത ടെമ്പിൾസ് നോക്കി ഇങ്ങനെ നിൽക്കുന്നത് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഇതൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അല്ല, കൊറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. എല്ലാരും വിചാരിക്കും എന്താ ഇങ്ങനെ നോക്കിയിരിക്കണേ, ഈ ചുറ്റിന് എന്തൊക്കെയോ ഉണ്ട്. നമ്മളിപ്പോ കേറിയ അത് തന്നെ കണ്ടില്ലേ, അവിടെ ആ ഇവരുടെ ഡോറിന്റെ ഒക്കെ പുറത്തുനിന്ന് നോക്കുമ്പോ തന്നെ കണ്ട. നമ്മള് ഇവിടെ എന്തൊക്കെയോ ഇവരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവരെ കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവിടെ തായ് അച്ചാറൊക്കെ ഇട്ട് നമ്മുടെ തായ് സുന്ദരിമാര്. അപ്പൊ നമ്മളിതാ ഇവിടെ കുറെ പ്രതിമകള് ഇതിന്റെ ഉള്ളിലോട്ട് കയറിയപ്പോ സ്റ്റാർട്ടിങ്ങില് ഇങ്ങനത്തെ കുറെ പ്രതിമകളുണ്ട്. നമ്മുടെ മറ്റേ ബുട്ടബൊമ്മ സ്റ്റെപ്പൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതൊക്കെ കണ്ടങ്ങ് പോകാം. എന്തോ സംഭവമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. തൽക്കാലം ഞാനിതൊന്നും വായിക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല. കുറെ ഉണ്ടേ, വായിച്ചാൽ തന്നെ തീരെയൊന്നുമില്ല. ഉണ്ട് ഇവിടെ, അതുകൂടെ നമുക്ക് നോക്കാം. ഞാനവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ ഡ്രസ്സും ഇവിടുത്തെ സ്റ്റാച്ചുവും ഇവിടുത്തെ കളറൊക്കെ ആയിട്ട് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുമെന്ന് കണ്ടില്ലേ. ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ വീഡിയോയിലൊക്കെ കാണാനായിട്ട്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ടെമ്പിളിൽ വരുമ്പോൾ റെഡ് കളർ നമ്മൾ ചൂസ് ചെയ്തിട്ടിട്ട് വന്നാൽ നമുക്ക് നല്ല നല്ല ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അച്ചാറിൽ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടത്. ഇവിടെ ഒരു സിറ്റിംഗ് ബുദ്ധ ഇരിക്കുന്നുണ്ട്, ചെറിയൊരു സ്മൈലൊക്കെ ചെയ്ത്. യെസ്, ഇങ്ങനെ ഭയങ്കര മെഡിറ്റേറ്റഡ് ആയിട്ടൊക്കെ. ഇവിടെ വേറൊരെണ്ണം വലുതുണ്ട്. നമുക്കത് എന്താന്ന് പോയി നോക്കാം. ഒരു മനുഷ്യന്റെ ബോഡിയിൽ കുറെ വള്ളിയും പുള്ളിയൊക്കെ ഉണ്ട്. Thai massage believes in the principle of 10 energy lines for diagnosis and therapy. Traditional Thai massage recognizes 10 main energy lines, although these 10 lines branch into many other sublines up to a total of 72,000 pathways. The 10 main energy lines are called Sen, Pratan, Sir. ഇത് നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഈ തായ് മസാജ് ചെയ്യുന്നതിന്റെ കുറെ എന്താ പറയാ, യെസ്, അതൊക്കെയാണ് ഈ മാർക്ക് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അതിവിടെ മെൻഷൻ ചെയ്ത് ഒരു വെച്ചിട്ടുണ്ട്. നമ്മള് തായ് മസാജ് എന്ന് പറയുമ്പോൾ അങ്ങനെ എപ്പോഴും എല്ലാവരും ചിരിച്ച് കളിയാക്കുന്ന പോലെ ഒന്നല്ല. അതിന് അതിൻ്റെതായ കുറെ രീതികള്, നമ്മുടെ ബോഡിയിലുള്ള കുറെ എനർജി ലൈൻസുകൾ, വെയിൻസുകൾ, അങ്ങനെ കുറെ
ഇവർക്ക് അറിയുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ടൊക്കെയാണ് അവർ ചെയ്യണത്. അല്ലാതെ ചുമ്മാ പോയിട്ട് അങ്ങനെ ചെയ്യുന്നതൊന്നും അല്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇതും. പിന്നെ ഒരു ഡെമി പോലെ ഇവര് കാണിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടല്ലോ, നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഇവിടുത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ വായിച്ച് സ്റ്റഡി ചെയ്ത് കഴിയുമ്പോഴേ ഇവിടുത്തെ മസാജ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു സംഭവം വായിച്ചപ്പോൾ നമുക്കത് ഏകദേശമൊക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ മനസ്സിലായില്ലേ. ഈ 10 എനർജി മറ്റേ എന്തെന്നായിരുന്നു എനർജി ലൈൻസിനെ കുറിച്ച്. അതുപോലെ തന്നെ ഇതും അങ്ങനെയാ പറയുന്നത്. ഇവരുടെ ബിലീഫ്സ് വെച്ചിട്ട്, വിശ്വാസം വെച്ചിട്ട്, ഇവരുടെ കുറെ തായ് മെഡിസിൻസ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഓരോ സ്ഥലത്തും ഇവര് പ്രത്യേകം മെൻഷൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊക്കെ വായിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഒരു മസാജിന്റെ ഒക്കെ ഒരു രീതിയും, അല്ലെങ്കിൽ എന്തിനാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്, മീൻസ് മെഡിസിൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഇവര് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടുത്തെ സ്ഥലം എല്ലാം കവർ ചെയ്ത് ഇവിടെ വന്നിപ്പോൾ ഇരിക്കണേണ്. വെറുതെ കവർ ചെയ്യണ മാത്രമല്ല കേട്ടോ, ഞാൻ കുറെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസുകൾ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസുകൾ, അങ്ങനെ എല്ലാം അവിടെ ഇവിടെയും ഓരോ മുക്കിലും മൂലയിലും പോയി കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടത്തെയും കുറച്ച് ബൈക്കുകളൊക്കെ എടുത്തു. അങ്ങനെ എല്ലാം എടുത്ത് ക്ഷീണിച്ചു പോയിട്ട് അവിടെ പോയി എടുത്തത്. അപ്പോൾ ഇനി എല്ലാം എഡിറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ആക്കി ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണാം എങ്ങനെയുണ്ട് ഫുൾ ഔട്ട് എന്നുള്ളത്. ഇതിൻ്റെ ഒരു പകുതിയോളം ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് പോയി നോക്കാം, എന്നാലേ അറിയുള്ളൂ ഫുള്ള് കംപ്ലീറ്റഡ് ആയോ പകുതിയിലാണെന്ന്. കാരണം ഞങ്ങൾ കറക്റ്റ് ഓർഡർ ആയിട്ടല്ല കയറിയത്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി, അത് കഴിഞ്ഞ് അങ്ങനെ കയറി, ഇങ്ങനെ കയറി, അങ്ങനെ പല ഡിസോർഡർ ആയിട്ട് കയറിയേക്കുന്നതുകൊണ്ട് ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് എന്താ പറയുക തീർക്കണം എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒന്നും കൂടെ ഒന്ന് പോയി നോക്കണം ഇത് എവിടെയാണ് വന്ന് നിൽക്കണേ എന്നുള്ളത്. ഇത് നമ്മുടെ ഇവിടുത്തെ ടെമ്പിളിന്റെ അകത്തുള്ള വേറൊരു സ്ഥലമാണ്. ഇതും കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ചെറിയൊരു പൂന്തോട്ടം പോലെയൊക്കെ, പിന്നെ വെള്ളച്ചാട്ടം, ചെറിയൊരു കുളം. സത്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ മൂവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ അവര് ഡ്രൈ ഐസ് ഒക്കെ വെച്ച് ചെറിയ സ്മോക്കൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന കുറേ വ്യത്യസ്തമായ കാഴ്ചകൾ നോക്കി വ്യത്യസ്തമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് വേറെ കുറേ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ കിട്ടുന്ന ചാൻസുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാം കവറപ്പ് ചെയ്ത് കണ്ട് അങ്ങ് കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകളുണ്ട്, അതൊക്കെ കണ്ട് അങ്ങ് ആനന്ദകരമാക്കാം. അങ്ങനെ നമ്മുടെ വാട്ട്ഫോയിലെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ കാഴ്ചകളും നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്, കണ്ട് ടയേർഡ് ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യണം എല്ലാവരും. അപ്പോൾ നമുക്ക് തൽക്കാലത്തിന് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. എവിടെ ഇവിടുത്തെ എക്സിറ്റ് എവിടേക്കാ? അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തെരഞ്ഞു പിടിച്ച് എക്സിറ്റ് ഒക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് പുറത്ത് ചാടി. അങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ച് ബുദ്ധയുടെ കുറച്ച് കുഞ്ഞു സ്റ്റാച്യൂസുകളും പെയിന്റിങ്സുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പെയിന്റിങ്ങിനൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. UV പ്രൊജക്ഷനുള്ള പെയിന്റിങ്സുകൾ ഇന്നലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയപ്പോഴും കണ്ടിരുന്നു. ഒരുപാട് നല്ല പെയിന്റിങ്സുകളൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കിതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അങ്ങനെ ഞാനൊരു ബുദ്ധയുടെ ഞാൻ കാണിച്ചു തന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. താങ്ക് യു. ആ ഒരു പെയിന്റിങ് ഞാൻ മേടിച്ചു. അത് 500 ബാത്തൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്ക് ഡീൽ ചെയ്തത് 200 ബാത്തിന് ഞാനത് കരസ്ഥമാക്കി സ്വന്തമാക്കിയിരിക്കുകയാണ്. നമ്മള് നമ്മുടെ വാട്ടർ ഫോർട്ടിലൊക്കെ പോയി അവിടെ നിന്ന് നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എഗെയിൻ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്.
പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ഗ്രാബ് എടുത്തിട്ടാണ് വന്നത് റെസ്റ്റോറൻറ്റ് തപ്പി. പക്ഷെ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. ആകെ നടന്നു വരാനുള്ള ദൂരമുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോഴാണ് എന്തോരം ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് മനസ്സിലായത്. നമ്മൾ നോക്കി 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 വരുമ്പോഴൊക്കെ കൂടുതലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലുള്ളത്. എനിക്ക് തായ് ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി, പക്ഷെ അത് നടന്നില്ല. അപ്പം അതുകൊണ്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നെ ഓർഡർ ചെയ്തിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫ്രൈഡ് റൈസൊക്കെ ഇപ്പോൾ നോർമലി നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ ഉള്ള ടേസ്റ്റാണ്. ചിക്കനും അതുപോലെ തന്നെയാണ്, മോശമൊന്നുമല്ല, നല്ലതാണ്. അങ്ങനെ വലിയ വാവുന്നൊന്നും പറയാനൊന്നുമില്ല. തായ് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. നമുക്കത് നെക്സ്റ്റ് ഡേ അത് ട്രൈ ഔട്ട് ചെയ്യാം. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ റൂമിലെത്തി. റൂമിലോട്ട് നമ്മൾ 2 കിലോമീറ്റർ വാക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇപ്പോഴും അവിടുത്തെ സിറ്റിയിൽ നല്ല തിരക്കുണ്ട്, വണ്ടിയൊക്കെ നല്ല ബ്ലോക്കിൽ തന്നെ കിടക്കണേണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ നടന്ന് തന്നെ വന്നു, ഗ്രാബൊന്നും ബുക്ക് ചെയ്തില്ല, ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ വൈകിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ആയിരിക്കുകയാണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, എന്തൊക്കെയാണ്, ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും നാളെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.